وكان مالك بن مغول رحمه الله تعالى يقول ബഹുമാനപ്പെട്ടൊരു പറയുമായിരുന്നു. എന്താ പറഞ്ഞത്? സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ചോദിക്കപ്പെടുകയുണ്ടായി. എന്താ ചോദ്യം? അയ്യുന്നാസി ശർറുൻ, ജനങ്ങളിൽ ആരപ്പ നാശമായത്? അപ്പൊ നല്ലവരുണ്ട്, മോശമായവരുണ്ട്. അപ്പൊ ചോദ്യകർത്താവ് മനസ്സിലാക്കിയതല്ലേ കാരണോ മൂപ്പർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ആ ഡൗട്ട് ചോദിക്കാൻ നല്ലൊരു ഷർറായവരാരാണ്? നല്ലവരെന്നല്ല, ആരപ്പ നശിച്ചവര്? ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, അൽ ഉലമാഉ ഇദാ ഫസദു, പണ്ഡിതരാണ്. ഇദാ ഫസദു, നാശമായാൽ. പണ്ഡിതന്മാർ നാശമായാൽ ജനങ്ങളെ വെച്ച് ഏറ്റവും മോശക്കാരാരാണ്? അവരെന്നെയാണ്. അവരുമില്ല. ഇൽമ നല്ലതാണ്, അത് പഠിച്ചു വളർന്ന് ഇൽമ കിട്ടിയ മഹാന്മാരൊക്കെ ഉലമാക്കൾ നല്ലവരാണ്, പവിത്രത. അങ്ങനത്തെ ഒരു സാധനം കേട് വന്നാൽ പിന്നെ ദുഷിച്ചാണ്. നല്ലൊരു സാധനം അല്ലെ, നല്ലൊരു സാധനമാണ്. ഇപ്പൊ കോഴിമുട്ട എല്ലാവർക്കും നല്ല രസമാണ്. അത് പുഴുങ്ങി പൊരിച്ചത് എന്ത് രസമുണ്ട്, അത് കെട്ടാ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് പണ്ഡിതന്മാർ നാശമായാൽ ആകെ നാശമായി. അപ്പൊ ജനങ്ങൾ ഏറ്റവും നാശമായ സാധനം പണ്ഡിതന്മാരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് റസൂലുള്ളാഹിന്റെ മറുപടിയാണ്. അയാൾ ചിന്തിക്കേണ്ടതാണ്. വകാന സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മിൻ അലാമത്തി മൻ യത്ലുബുൽ ഇൽമ ലില്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ വജ്ഹിലായി വിജ്ഞാനം തേടുന്നവന്റെ അടയാളം എന്താ? ഒരുപാട് സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾക്ക് നടക്കുന്നുണ്ട്. മത്സരമാണ് ഇപ്പോ. ദർസ്, കോളേജ്, പള്ളി, എല്ലാവിധ പഠിപ്പും എല്ലാവർക്കും ഉണ്ട്. ഇവിടൊക്കെ ദർസുകളും കോളേജും നടക്കുമ്പോ അവിടൊക്കെ ഇൽമു പഠിക്കുന്നുണ്ട്. ആ ഇൽമു പഠിക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണ് ഇവരൊക്കെ എന്നൊരു അടയാളം മനസ്സിലാക്കാൻ എന്താ? പ്രപഞ്ചത്തിനോട് അഥവാ ഈ ദുനിയാവിലെ സുഖത്തിനോട് വലിയ പ്രാമുഖ്യം നൽകൂല, അതിനെ വെടിയും. പിന്നെ സൂക്ഷ്മത, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, ഇതുണ്ടോ എന്നവൻ യഥാർത്ഥ മുത്തഅല്ലിമാണ്. ജനങ്ങൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ, പീഡനങ്ങൾ സഹിക്കും. ഇതിനൊക്കെ തന്റെ ഇടം വിഭാഗം സഹിക്കാനുള്ള ആളുണ്ടോ? ഈ 4 വിശേഷണം ഒരാളിലുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥി ഉഖ്റവിയായി അള്ളാഹ്ക്ക് വേണ്ടി ഇൽമു തേടുന്ന ഒരാളാണ്. മനസ്സിലാക്കാം. വലിയൊരു പ്രാസംഗികനാവണം, എനിക്ക് സമ്പത്ത് ഉണ്ടാക്കണം, പേര് കിട്ടണം എന്നൊക്കെ ചിന്തിച്ചാൽ ഓല് ഇൽമു തേടിയവരാണ്. ദുനിയാവിന് വേണ്ടി തേടിനെ പറയാൻ പറ്റുള്ളൂ. വഖദ് കാന മുഹമ്മദ് ബിൻ സീരീന റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത്, കദഅബൽ ഉലമാ, പണ്ഡിതന്മാരൊക്കെ പോയി, വലം യബ്ഖ മിൻ ഇൽമിഹിം, അവരുടെ വിജ്ഞാനത്തിൽ നിന്ന് അവശേഷിക്കുന്നില്ല, ഇല്ലാ വബറാത്തും ഫി അവഇയത്തി സൂൽ, മോശമായ പാത്രത്തിൽ കടിഞ്ഞുകൂടിയ പൊടികൾ എങ്ങനെ ഉണ്ടാവും? ഒരു പാത്രം, അത് മോശമായ പാത്രമാണ്. ആ പാത്രത്തിൽ കുറെ പൊടികൾ കാണാം. ദുഷിച്ച ഓരോ പൊടികൾ ഉണ്ടാവില്ലേ, ഉപകാരമില്ലാത്ത. അങ്ങനെയുള്ള കുറച്ച് പൊടികളാണ് ഈ ഇൽമെന്ന് അവശേഷം. നല്ലതൊക്കെ പോയി നടത്താം. അപ്പൊ യഥാർത്ഥ പണ്ഡിതന്മാര് പോകലോട് ഇൽമും പോയി. ഇനി ഇവിടെ കുറച്ച് പൊടിപടലങ്ങളാണുള്ളത്. അവര് കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിപ്പോ അലർജിയിലൊക്കെ ഉള്ള ആൾക്ക് തീരും പറ്റൂല പൊടിയൊക്കെ. അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പൊ നല്ല ഇൽമൊക്കെ പോയി നടത്തും. അങ്ങനെയാണ് മൂപ്പര കാഴ്ചപ്പാട്. വക്കാന യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മൂപ്പര് പറയുന്നതോ, ഇന്നൽ ആലിമ ഇദാലം യകുൻ സാഹിദൻ, ഒരു വിവരസ്ഥൻ അദ്ദേഹം ഒരു പ്രപഞ്ച ത്യാഗിയായി, ഒരു സാഹിദായി ജീവിച്ചിട്ടില്ല എങ്കിൽ ഫഹുവ ഉഖൂബത്തു ലിഅജ്ലി സമാനിഹി വഫിത്നത്തുൻ, അദ്ദേഹത്തിന്റെ കാലത്തുള്ള എല്ലാ ആളുകൾക്കും മധ്യ ഒരു ശിക്ഷയായിട്ട് മാറും, ഒരു ഫിത്നയാണ്. കാരണം ദുനിയാവ് തേടി നടക്കല്ലേ, ആ മറ്റുള്ളവർക്കൊരു സുഖം കിട്ടൂല. ഇതൊക്കെ ഒക്കെ ഒരു ഫിത്നയായിട്ട് ഇയാൾ മാറുന്നു. ഇയാൾ നല്ല ആളാവേണ്ടതല്ലേ, അപ്പൊ ജനങ്ങൾക്ക് നന്മട്ടൂലല്ലോ, അപ്പൊ ഫിത്നയാണ്. അപ്പൊ കാലയക്കൂലും, അങ്ങനെ മഹാൻ പറയുന്നത്, യാ അഹ്ലൽ ഇൽമി, ഇൽമിന്റെ അഹിലുകാരെ, ഇൽമിന്റെ പണ്ഡിതന്മാരെ, ആ സ്വാർത്ഥ ബുയൂത്തുക്കും, നിങ്ങളെ വീടുകളൊക്കെ ആയിപ്പോയി, സ്വറൂപത്ത് പോലെയായി, ആകെ വലിച്ച് നീങ്ങി പൊന്തു പോലെയായി. അഖ്ലാഖുക്കും ശൈത്താനിയത്തൻ,
നിങ്ങളുടെ മനസ്സിനും സ്വഭാവം ശൈത്താനിയ സ്വഭാവമായി മാറി. അപ്പൊ നല്ലൊരു ആരുമില്ല. അപ്പൊ അയിനൽ മുഹമ്മദീയത്തു, എവിടെ മുഹമ്മദീയാക്കൾ എവിടെ? ഇല്ലല്ലോ. നല്ലവരൊക്കെ പോയി എന്നർത്ഥം. ഇനി കുറച്ച് ചപ്പും ചവറനുള്ളു ഇവിടെ. അപ്പൊ കാന അബു ദർദാ റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ഇന്നി അഖാഫു അൻ യുഖാല ലി, എനിക്ക് ഭയങ്കര പേടിയാണ് എന്നെ കുറിച്ച് പറയപ്പെടുന്നത്. എന്ത്? യാ ഉവൈമിറു മാദാ സനഅത ഫീമാ അലിംത, നീ പഠിച്ചു കുറെ അറിവ് നേടി, അതിൽ നീ എന്ത് പ്രവർത്തിച്ചു എന്തൊരു ചോദ്യം ഉണ്ടാവും ഉവൈമറ എന്ന് വിളിച്ചിട്ട്. എനിക്ക് വലിയ പേടിയുണ്ട്. എന്റെ റബ്ബിനോട് ചോദിച്ചാലേ പേടിയുന്നില്ല എനിക്ക്. അപ്പൊ ഇൽമുണ്ടാണ്ട് നീ എന്ത് ചെയ്തു? അപ്പൊ ഇൽമു വേണം, ചെയ്യും വേണ്ടേ, നല്ല ഇൽമായിരിക്കണ്ടേ. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വഖദ് സുഇലൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഒരിക്കൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് മദ്ഹബിന്റെ പണ്ഡിതനാണല്ലോ, മൂപ്പരോട് ചോദിക്കപ്പെടുകയുണ്ടായി. എന്താ ചോദ്യം? അനിർ റാസിഖീന ഫിൽ ഇൽമി മൻഹും എന്ന, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അഗാധ ജ്ഞാനമുള്ള, നല്ല അറിവുള്ള, സമുദ്രമുള്ള, നല്ലോണം തുളഞ്ഞു പഠിച്ച് ഇബാറത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചെന്ന് നല്ല നിപുണന്മാരായ ആൾക്കാരൊക്കെ ഉണ്ട്. അവരാരാണെന്നാ ചോദിച്ചത്. എല്ലാവരും പണ്ഡിതന്മാരായിട്ട് കാര്യമില്ല. പണ്ഡിതന്മാരെ പലവരുണ്ട്. നല്ല ബുദ്ധിയുള്ളവരുണ്ട്, ബുദ്ധി കുറഞ്ഞവരുണ്ട്, നല്ല ഇബാർത്ത് മനസ്സിലാക്കിയവരുണ്ട്, ഉള്ളിൽ ആശയം കിട്ടുന്നവരുണ്ട്. ഇങ്ങനെ നല്ലോണം ആയത്തിൽ ചിന്തിച്ച് നല്ല ആയത്തിലുള്ള പണ്ഡിതന്മാർ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കേണ്ടതും മൂപ്പര് നല്ല ആയത്തിലുള്ള പണ്ഡിതനായത് കൊണ്ടല്ലേ മദ്ഹബ് ഉണ്ടാക്കിയത്. അപ്പൊ മഹാൻ കൊടുത്ത മറുപടി, ഹുമുൽ ആലിമൂന ബിഹി അൽ മുത്തബിഊന ലി ആസാരി മൻ ഖബിലഹുന്ന. നല്ല പോയിന്റാണ്. അവരാരാന്ന് വെച്ചാൽ ആമിലൂന ബിഹി, ഇൽമുണ്ട്, ആ ഇൽമനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരാണ്. അൽ മുത്തബിഊന ലി ആസാരി മൻ ഖബിലഹും, അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ നല്ല നല്ല മഹാരഥന്മാരുണ്ട്, അവരുടെ മൊഴികൾ ആസാറും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തെരഞ്ഞു പിടിച്ച് അതുമായി ജീവിച്ച് പിൻപറ്റുന്നവര്. അങ്ങനെയായിരുന്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. അത് അനുഭവമാണ്. ഇങ്ങനത്തെവരാണ് റാസിഖീങ്ങളായ പണ്ഡിതന്മാര്. ശരിയല്ലേ? പറയാ കുറെ ഇൽമിന്റെ അധികാരമല്ലല്ലോ. മന്തിക്ക് കുറെ പഠിച്ചു, മഹ്മൂദാത്തും കുറെ പഠിച്ചു, കുറെ ഫിഖ്ഹിന്റെ അറിവുണ്ട്, ഹദീസൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു സംഗതി ഇല്ല. ഒക്കെ തന്നിഷ്ട പ്രകാരം യോജിപ്പിച്ച് വ്യാഖ്യാനിച്ചു, അതൊരു കാര്യമില്ല. പൂർവികന്മാരായ ആൾക്കാർ എന്ത് ചെയ്തു? ഒരു നല്ലതിലേക്ക് പിൻപറ്റണം. ഉള്ള അമല് എന്തിനു പഠിച്ചോ അതുപോലെ അമല് ചെയ്യണം. ഇൽമ് അതുപോലെ ആയിരിക്കണം. വഖദ് സുഇല മർറത്തൻ ശുഐബി റളിയല്ലാഹു തആല അൻ മസ്അലത്തിൻ, ഒരിക്കൽ ശുഐബി ഇമാമിനോട് ഒരു ചോദ്യം, ഒരു മസ്അലയെ കുറിച്ചാണ് ചോദിച്ചത്. ആ മസ്അലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ശുഐബി ഇമാം മോശക്കാരൊന്നുമല്ലല്ലോ. ഖാല ലാ അദ്രി എന്ന് പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു മഹാനമറുകൾ. അവ ഖാലു ലഹു അലാ തസ്തഹി മിൻ ഖൗലിക ലാ അദ്രി അന്ത ആലിമുൽ ഇറാഖ് എന്ന് പറഞ്ഞു. എന്താ ശുഐബിയെ നിങ്ങൾ പറയണത്? ചോദ്യകർത്താക്കൾ പറഞ്ഞു, എന്താ ഈ പറയണത് ലാദിരി എന്നോ? നിങ്ങൾക്ക് നാണമില്ല ലാദിരി എന്ന് പറയാൻ? നിങ്ങൾ ഇറാഖിലെ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനല്ലേ? എന്നിരിക്കെ നിങ്ങൾ കാര്യം വന്ന് ചോദിച്ചപ്പോ അറിയില്ലാന്നോ? ഇതെന്താണ് എന്ന് ചോദിച്ചു. ഒരു നാണമില്ലാത്ത വാക്കാളുകൾ പറഞ്ഞതെന്ന് ചോദിച്ചു. ആ ശരി തന്നെയാണ്. അപ്പൊ ഓർക്കാത്ത മറുപടി ഉണ്ടാവും. ഷീബിമാ അവനതും പഠിച്ച ആളല്ലേ. അപ്പൊ ഷീബിമാൻ പറയാണ്, ഇന്നൽ മലായിക്കത്ത അലൈഹിമുസ്സലാത്തു വസ്സലാം അക്സറു അദബൻ വ ഇൽമൻ മിന്ന. ഇതൊന്ന് ആലോചിച്ച് ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാ. നമ്മളെക്കാൾ അല്ലാഹു തആല ആദരിച്ച് നല്ല സംസ്കാരമുള്ള നല്ല വിജ്ഞാനമുള്ളവരുള്ള മലായിക്കത്തുകൾ വലം തസ്തഹി മിൻ ഖൗലി, വല വാക്ക് ഖുർആനിലുണ്ടല്ലോ. ആ വാക്കിനെ തൊട്ട് അവർക്ക് നാണമുണ്ടായിട്ടില്ലല്ലോ. എന്താണ് വാക്ക്? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. അത് മലായിക്കത്ത് പറഞ്ഞ വാക്കല്ലേ. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുമ്പോ ചർച്ച പറഞ്ഞതല്ലേ. അവസാനം മലായിക്കത്ത് പറഞ്ഞില്ലേ, പടച്ചവനെ നിന്റെ പരിശുദ്ധതയെ ഞങ്ങൾ സമ്മതിക്കുകയാണ്. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചു തന്നോ അത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, മറ്റത് അറിയില്ല. അപ്പൊ ലാദിന്റെ പോസ്റ്റല്ലേ ഇതുള്ളത്. ആ നിലക്ക് ഞാൻ ലാദിരി പറഞ്ഞു. ഇനെന്താ തെറ്റെന്ന് ചോദിച്ചു. ചോദ്യകർത്താവോടടങ്ങി. അപ്പൊ പഠിക്കണം. ഇത് പറയണമെങ്കിൽ അത് ആദ്യം പഠിക്കണ്ടേ. അപ്പൊ ലാദിരി എവിടെ പറയണം, എങ്ങനെ പറയണം, അതിനാദ്യം പഠിക്കണം.
ഇതാണ് ഇൽമിന്റെ നേട്ടം. അപ്പൊ ഇൽമുള്ളവർ ഈ നിലയിൽ ജീവിക്കും. ഒരു വലിയ അഹങ്കാരികളായിട്ട് പണ്ഡിതന്മാരായി ചമഞ്ഞു വരൂല. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു യഖൂൽ, കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നു, യകൂനു ഫീ ആഖിരി സമാൻ, കാലത്തിന്റെ ഒടുവിൽ ഉണ്ടാകും, കുറച്ച് പണ്ഡിതന്മാരുണ്ട്. അവസാന കാലത്തും പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും. എന്താണ് സ്വഭാവം? ഭരണാധിപന്മാരുമായുള്ള അടുപ്പം വളരെ ശ്രദ്ധിക്കുമല്ലോ. അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കും. ഭരണകർത്താക്കളുമായി കൂടിച്ചേരുക, ഓരം പറ്റുക, ഇതൊക്കെ ആയിരിക്കും. ഏതുപോലെ റിജാലി അല നിസായി, സ്ത്രീകളെ സംരക്ഷിക്കാൻ പുരുഷന്മാർ എങ്ങനെയൊക്കെ ഉണ്ടോ അതുപോലെ സംരക്ഷണവും അതുപോലുള്ളതായിരിക്കുന്ന ഒരടുപ്പം ഒക്കെ ഉണ്ടാക്കി തീർക്കും ഉമറാക്കളോട് പണ്ഡിതൻ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അത് ശരി തന്നെയല്ലേ? ഇപ്പോ ഉമറാക്കളുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്ര പണ്ഡിതന്മാരുണ്ട്. ഒരുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ ഇൽമ എന്താണ് എന്നുള്ളത്. ഉലായിക്ക അക്കൂട്ടര് സിറാറു ഖൽഖില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നാശകാരികളായ ആളുകളാണ് അവർ. മനസ്സിലാക്കണം. പണ്ഡിതന്മാരെ ഭരണകർത്താക്കളുമായി ബന്ധപ്പെട്ടാൽ ഭരണകർത്താക്കൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഇങ്ങനെ കോലം കിട്ടും. ഇൽമുള്ള ആളുകളുടെ യഥാർത്ഥത്തിൽ ഉലമാക്കൾ ഉമറാവ് ബന്ധമുണ്ട്, ഉമറാക്കൾ നന്നാക്കാൻ. ഇതിനെ തിരിച്ചായതുകൊണ്ടാണ് പറയുന്നത്. കാനൽ മുഅ്തമിറു സുലൈമാൻ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണേ, അൻ തഖൂലു നിങ്ങൾ പറയല്. എന്ത് പറയണം? ഇന്ന സ്വഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅബു ശത്റൻജ ഔ ലബിസുൽ മിസഫർ ഔ ശരിബുൽ നബീദൽ മുസല്ലഫ്. നബിന്റെ സ്വഹാബാക്കളൊക്കെ ചതുരംഗ കളി കളിച്ചിരുന്നു. തലവെട്ട് കളി, അതിന് ചതുരംഗ കളി അത് കളിച്ചിരുന്നു പറയാം. അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രമൊക്കെ ഒരു ധരിച്ചിരുന്നു പറയാം. അല്ലെങ്കിൽ മുന്തിരിങ്ങക്കള്ളു ഒരു കുടിച്ചിരുന്നു പറയാം. ആര്? സഹാബാക്കളൊക്കെ ചെയ്തിരുന്നല്ലോ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ സൂക്ഷിക്കണേ, വല്ലാത്ത അപകടം ഉണ്ടാക്കും. അങ്ങനെ പറഞ്ഞാൽ എന്തുണ്ടാകുമ്പോ തക്കൂനു ഫാസിഖീന, നിങ്ങളെല്ലാവരും തമ്മാടികളായിട്ട് മാറും. അത് അപകടമാണ്. അതെന്താ എങ്ങനെ? അവരൊക്കെ ചെയ്തിട്ടില്ലേ? സംശയം വരും. അതിന് കാരണം വേറൊന്നുമല്ല, ഇന്നമാ ഫഅല അഹദും ദാലിക ഖബ്ല ബുലൂഗിൻ നഹി. ഹബീബ നബിന്റെ ഭാഗത്തുനിന്നും അള്ളാന്റെ ഭാഗത്തുനിന്നും ഇസ്ലാമിക നിയമങ്ങൾ വരുന്ന മുമ്പ് അതൊക്കെ നടത്തിയത്. അന്ന് നിയമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു വിരോധം അവിടെ വരണം. അതിന്റെ മുമ്പ് അതൊക്കെ ചെയ്ത വന്ന് തെറ്റല്ലല്ലോ. അത് വരുന്നതിന് മുമ്പ് ചെയ്ത് തെറ്റല്ല, വന്നിട്ട് ചെയ്യണം. അങ്ങനെ നഹി വന്നു, തടഞ്ഞു, എന്നിട്ട് ചെയ്താലോ അത് തെറ്റാണ്. അത് സ്വഹാബത്ത് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നഹി വരുന്നതിന് മുമ്പ് ചെയ്തു, വന്നിന്റെ ശേഷം അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. എത്രയോ മഹാന്മാരെ കള്ളിന്റെ വീപ്പൊക്കെ തച്ചടച്ചില്ലേ ഈ നഹി വന്നതോടുകൂടി? ഒക്കെ ചരിത്രത്തിൽ അറിയാലോ. അപ്പൊ നഹി വന്നു, അവരെ സ്വീകരിച്ചും ജീവിച്ചു. ഇനി ആ സാഹബത്തിൽ കള്ളു ഒടിച്ചു എന്നും ചീട്ട് കളിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ ഇതിന്റെ മുമ്പാന്ന് വെക്കണം. അപ്പൊ അതിനെ അന്തും മിന്നും. പിന്നെ നിങ്ങൾ കളിക്കുന്നതിനൊക്കെ സ്വഹാബാക്കളും കൂടെ ക്യാസാക്കിയ എവിടെ? നിങ്ങളും സ്വഹാബത്ത് എവിടെ കിടക്കണം? സ്വഹാബാക്കളൊക്കെ അള്ളാന്റെ ഔലിയാക്കളല്ലേ. അപ്പൊ നിങ്ങളും അവരും എവിടെയോ ആണ്. അപ്പൊ സ്വഹാബത്ത് ചെയ്തെന്ന് പറഞ്ഞ് നടക്കാൻ നിൽക്കണ്ട, അത് ശരിയല്ല. എന്നിട്ടോ അന്തും തഫ്അലൂന ബിമാ യുഖാലിഫു കിതാബ റബ്ബിക്കും അസ്സ വജല്ല വ സുന്നത നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോ വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ എന്ത് പറഞ്ഞോ അത് നേരെ എതിര്, തിരുസുന്നത്ത് എന്ത് പറഞ്ഞോ അത് നേരെ എതിര് പ്രവർത്തിക്കുക. നിങ്ങൾ സ്വഹാബത്ത് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് സ്വഹാബത്തിനെ ഖിയാസാക്കി, ശരിയല്ല. ഇത് അപകടം ചെയ്യും, ശ്രദ്ധിച്ചോളീന്ന്. ഫക്കാന ഹാത്തം അൽ-അസ്മി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മനിക്തഫ ബിൽ കലാമി മിനൽ ഇൽമി ദൂന സുഹദി വൽ ഫിഖ് തസന്ദഖ. ഒരാള് ഇൽമെന്നൊരു വാക്കുകൊണ്ട് മതിയാക്കി, അപ്പൊ കുറച്ച് പഠിച്ച് മതിയാക്കി, അയാൾക്ക് സുഹുദും ഇല്ല, അതായത് പ്രപഞ്ച ത്യാഗവും അല്ല, പിന്നെ വേണ്ടതുപോലെ കർമ്മത്തെ കുറിച്ചുള്ള അറിവുമില്ല, എന്തോ ഒരു ഇൽമു പഠിച്ചു വെച്ചു. അങ്ങനെ മാറ്റി വെച്ചാൽ സുഹുദും അതുപോലെ ഫിഖും ഇല്ലെങ്കിൽ ആ ഇൽമോട് കാര്യമില്ല. തസന്ദഖ, അയാൾ സിന്ദീഖായി മാറിയുന്നതാണ്. ഖബറിനാണ് അയാൾ. ഉള്ളിൽ കുഫറും, അതായത് ഉള്ളിൽ യഥാർത്ഥം മറച്ചു വെച്ച് പുറത്തേക്ക് യഥാർത്ഥ രൂപം കാണിക്കുക, അത് ശരിയല്ല. ഉള്ളിൽ മറ്റൊന്ന്, പുറത്തേക്ക് മറ്റൊന്ന്, ഇങ്ങനെ സിന്ദീഖായി മാറുന്ന അർത്ഥം. ഒമനിക്കുത്തവ ബി സുഹദി ദൂനൽ ഫിഖി വൽ കലാമി,
ഇനി ഇൽമില് വിശ്വാസപരമായിരിക്കുന്ന തർക്കശാസ്ത്രം പഠിച്ചിട്ടില്ല, ഫിഖ് പഠിച്ചിട്ടില്ല, എന്നാ നല്ല പ്രപഞ്ച ത്യാഗി അയാള്, അത് മാത്രം മതി എന്നാ. അങ്ങനെ വെച്ചാൽ എന്താവും? തബദ്ദ, അയാൾ ബിദ്അത്ത് പ്രവർത്തിച്ചവനായി. കാരണം ഫിഖും വേണം, സുഹുദും വേണം, കലാമും വേണം. ഇത് മൂന്നിലും ഇറക്കൂല. ഒമൻ കിതാബിൽ ഫിഖി ദൂന സുഹുദി വൽ കലാമി. അപ്പോ വിശ്വാസപരമായുള്ള കലാമും ഇല്ല, സുഹുദും ഇല്ല, ഫിഖ് ഉണ്ട്. എന്നാ പിന്നെന്താ മനസ്സിലാക്കുക എന്നുള്ളത്? അതുകൊണ്ട് മാത്രം പോരാ, തഫസ്സഖ, ഓൻ ഫസാഖാവും, ഓൻ ഫാസിഖാവും. അപ്പൊ ഫസാഖ് പിന്നെ ഫാസിഖാവും. അപ്പൊ സിന്ദീഖ്, ഫാസിഖ്, അതുപോലെ മുബ്തദി, ഇതാകാൻ പാടില്ല. ഇതാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അമൻ ജമഅ ബൈനഹ, ഇൽമുൽ കലാം പഠിക്കണം, അഥവാ വിശ്വശാസ്ത്രം, കർമ്മപരമായിട്ടുള്ള പഠിക്കണം, ദുഹുദം വേണം. ഇത് മൂന്നുമാണ് ഇൽമുള്ള നാട്ട്. ഇത് മൂന്ന് നേടിയെടുക്കണം. ഇത് നേടിയെടുത്താൽ തഖല്ലസ, അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ ആ രക്ഷണ മാർഗമാണ് വേണ്ടത് എന്നർത്ഥം. വഖദ് ഖാലൽ ഇമാമുൽ ഔസാഇ റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ യതകല്ലമു ബിൽ കലാമിൽ ആരി വൽ ഇറാബ്, നഹ്വ്, സർഫ്, ഇതൊക്കെ നോക്കിയിട്ട് സംസാരിക്കും ചില ആൾക്കാർ. നഹ്വിന്റെ കാര്യം തെറ്റാൻ പാടില്ല. എന്നാൽ ഇറാബ് ഒന്നും നോക്കൂല. ഇറാബ് എന്തോ ആയിരിക്കും. ഇറാബ് ഒന്നുമില്ലാത്ത കുറെ കലാം സംസാരിക്കുന്നവരായിരുന്നു ഇമാം ഔസാഇ തങ്ങൾ. ൊരു മഹാൻ പറയാണ്, ഇതാ ജാൽ ഇറാബ്, ഇറാബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദഹബൽ ഖുശൂ, ആ അതിലുള്ള ആശയം കിട്ടുന്ന ഖുശൂടെ പോകുന്ന. അപ്പൊ ഇറാബ് മാത്രം ശ്രദ്ധിക്കുള്ളൂ, അത് ശ്രദ്ധിച്ച് അങ്ങനെ പോകും. അപ്പൊ ഖുശൂ ഉണ്ടാവില്ല. വഖദ് അഅറബനാ ബിൽ കലാമി വലഖദ് അഅറബനാ ബിൽ കലാമി, എത്തരത്തിൽ കലാമിലൊക്കെ നമ്മൾ എന്തായി സംസാരിച്ച് നല്ല ഘടനയൊത്ത് ഇറാബൊത്തൊക്കെ അങ്ങനെ സംസാരിച്ചു. വലഹന ഫിൽ അമലി, അപ്പൊ കർമ്മത്തിൽ നമ്മൾ പാച്ചും ചെയ്തു. ഇതപ്പൊ ഉണ്ടായത്. എന്നാ ഇറാബ് വേണ്ടെന്നല്ല, അത് ശ്രദ്ധിക്കേണ്ട ഒന്നുമല്ല. അത് മാത്രം പോയി കണ്ട് അതിങ്ങനെ ചൊറുക്കൂട്ടി പോയാൽ ഖുശൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ഖുശൂആണ് മാനദണ്ഡം, അത് ഉണ്ടാക്കണം നടത്തും. വകാന അബൂ ഹഫ്സ് ഹദ്ദാദി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലിഉലമായി സമാനി, തന്റെ കാലത്തുള്ള പണ്ഡിതന്മാരോട്. അപ്പൊ ആ പണ്ഡിതന്മാരോട് സംസാരിക്കാൻ കഴിവുള്ള ആൾ ആരായിരിക്കണം? എന്താ പറഞ്ഞത്? ഇല്ലാ മത്താ തക്തുബുൽ ഖറാരീസ വദ്ദവാവീന, നിങ്ങൾ കുറെ ഖുറാസ് എഴുതിയിട്ടുണ്ട്, കുറെ ഏറുന്നു, കുറെ എഴുതി നടക്കുന്നു. ഏതുവരെ എഴുതും നിങ്ങൾ? ഇന്നമൽ ഇൽമു ആലത്ത്, ഇൽമു എന്നൊരു ആയുധാണ്. അപ്പൊ വൈദ ഹളറ അദബ്, ശത്രു ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്ത തജ്മുൽ ആലത്ത, എത്രത്തിൽ നിങ്ങൾ ഈ ആലത്ത് ഇങ്ങനെ ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏടാക്കിയിട്ടും ഇതിങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾ. അപ്പൊ മത്താ തുഖാത്തിലു, അപ്പൊ അങ്ങനെ വരുമ്പോ നീ എപ്പോഴാ യുദ്ധം ചെയ്യുക? ശത്രുവിടെ വന്നു കഴിഞ്ഞാൽ ശത്രുവിന് നേരിടണ്ടേ? ശത്രുവിനോട് നേരിടാതെ നീ ഖുറാസ് എഴുതി കുത്തിരിക്കുന്നു, നീ കുറെ കിതാബ് എഴുതി കുത്തിരിക്കുന്നു, ശത്രുവിടെ ഒന്ന് പടവെട്ടാൻ നിൽക്കുക. ഇത് മാറ്റി ശത്രുവിന് പടവെട്ടണ്ടേ? ആ പടവെട്ടാൻ രീതിക്ക് പഠിച്ചുണ്ടാക്കണ്ടേ എന്നർത്ഥം. ഇൽമു കുറെ പഠിച്ചിട്ട് കുറെ എഴുതി ഉണ്ടാക്കി കുറെ ഖുറാസ് എഴുതി കുത്തുന്നാ പോരാ. അത് പോരാന്നാ പറഞ്ഞത്. അത് വേണ്ടാന്നല്ലത്, വേണം. അതോടൊപ്പം ശത്രുവിനോട് പടവെട്ടുള്ള വിജ്ഞാനം ഉണ്ടായിരിക്കണം. എന്നിട്ട് പറയുന്നത് എന്താ? ഇങ്ങനെയൊക്കെയാണ് മഹാന്മാരുടെ കാഴ്ചപ്പാട്. കാലൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ഇദാ അഹബ്ബൽ ആലിം അൻ യുറഫ ബിൽ ഇൽമീന, ഇൽമു പഠിച്ച ഒരാള് അങ്ങനെ ആ ഇൽമു പഠിച്ചിട്ട് ആലിമായി, ഇങ്ങനെ ആലിമ് ഇൽമു കൊണ്ട് നല്ല വടിവുള്ള ഒരാളാണ് എന്നറിയപ്പെടണം എന്നാണോ ഒരു ആലിം ഇഷ്ടപ്പെടുന്നത് എങ്കിൽ മിൻ ഇബ്ലീസ, ശവിക്കപ്പെട്ട ഇബ്ലീസിനേക്കാൾ മോശക്കാരനാണ്. ഇബ്ലീസ് അഹങ്കരിച്ചു പോയതാ. ഇയാളോ ഞാൻ വലിയൊരു ഇൽമുള്ള ആളാന്ന് അറിയണമെന്ന ഈ നിലപാടിലൂടെ പഠിച്ചുയർന്നാൽ അവൻ ഇബ്ലീസിനേക്കാൾ മോശക്കാരനാണ്. ഈ വാക്കിനെ പറ്റി പറയുമ്പോ അവിടെ ഷാറാൻ ഇമാം ഇടപെടാറുണ്ട്. ഇവിടെ ഇടപെട്ട് പറയുന്നു, വലഅല്ല മുറാദുഹു റളിയല്ലാഹു അൻഹു, മഹാനവർ പറഞ്ഞ ഉദ്ദേശം ഒരു ശറഈയായ ആവശ്യമില്ലാത്ത കാര്യത്തിന് അറിയപ്പെടുക എന്നാണ്. ശറഈയായ കാര്യം പറഞ്ഞാൽ അറിയപ്പെടണ്ടേ? ഇന്ന സ്ഥലത്ത് ഇന്നത് വലിയ പണ്ഡിതുണ്ട്, ആൾക്കറിയാം, അത് അയാളെ കരുത്തല്ല, അതങ്ങനെ അറിയപ്പെടലാണ്. അപ്പൊ ശറഈയായ ഒരു ആവശ്യമില്ലാതെ വെറുതെ അറിയപ്പെടുക, ആ നിലക്ക് അറിയപ്പെടുന്നെങ്കിൽ ആ ഉദ്ദേശിക്കാരൻ മഹാനി പറഞ്ഞു നിൽക്കുക. അല്ലാത്ത അറിവുണ്ടല്ലോ ഇവിടെ. അപ്പൊ അറിയണ്ടേ? നല്ല നല്ല പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിവ് കിട്ടിയത്? ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടല്ലേ. എന്നാ പണ്ഡിതനിട്ട് വിചാരിച്ചോ ഞാൻ ലോകത്തെ ഏറ്റവും വലിയ അറിവുള്ള ആളായിരിക്കണം? ഇല്ല.
ഷറയിന്റെ കാര്യം പറയുന്ന ഒരാളുണ്ട്, ആ നിലയ്ക്ക് അറിഞ്ഞാൽ മതി. സമ്മാക്ക് റഹ്മത്തുള്ളാഹി യഖൂൽ, സമ്മാക്ക് റഹ്മത്തുള്ളാഹി യഖൂൽ മഹാൻ പറയുമായിരുന്നു, ഉലമാഇ സമാനി തന്റെ കാലത്തുള്ള പണ്ഡിതരോട് പറയും. എന്ത് പറയും? എന്താ പറയും? ഹലോ, കം മിൻ മുദക്കിരിൻ ലില്ലാഹി തആല മിൻകും വഹുവ ലഹു നാസിൻ. അല്ലാഹു തആലയെ കുറിച്ച് നിങ്ങളെ കൂട്ടത്തിൽ ഓർക്കുന്നവർ എത്ര പേരുണ്ട്? അത് പറഞ്ഞാണ്. വഹുവ ലഹു നാസിൻ, എത്രത്തിൽ അവൻ അള്ളാനെ മറക്കുകയാണ്, അള്ളാനെ മറന്നുകൊണ്ടിരിക്കുന്നു. ഹലോ ഹലോ അപ്പോ ഇങ്ങനെ മറക്കുകയാണ്. അങ്ങനെ എത്ര പേരുണ്ട് പറയും? പിന്നെ നിങ്ങളെ കൂട്ടത്തില് അള്ളാനെ പേടിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അള്ളാനെ പേടിക്കുന്നവർ എത്ര പേരുണ്ട്? എത്രത്തിൽ നിങ്ങൾ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുക? ഇതെങ്ങനെ പേടിക്കുക? നിങ്ങളെ കൂട്ടന്ന് അള്ളാഹുവിനോട് അടുക്കുന്നവർ എത്ര പേരുണ്ട്? എത്രത്തിൽ അവൻ അള്ളാഹുവിനെ തൊട്ട് അകലെയാണ്. അപ്പൊ അള്ളാഹുവിനെ തൊട്ട് അകലെയായിരിക്കുക അങ്ങനെ അടുക്കുന്നവരാര്? അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുക, അവ അള്ളാഹിനെ പേടിക്കുന്നവരാര്? അള്ളാഹുവിനെ മറക്കുക, അള്ളാഹിനെ ഓർക്കുന്ന എത്ര പേരുണ്ട്? പണ്ഡിതന്മാരുടെ ഈ ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹിനെ ഓർക്കാനും അതുപോലെ തന്നെ അള്ളാഹിനെ പേടിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും ഇൽമു പഠിക്കുന്നത്. അതെന്താ ചെയ്യാത്തത് അർത്ഥം? ഇനി ഇനി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ എത്ര പേരുണ്ട്? മിന്നു, അവൻ അള്ളാഹിനെ തൊട്ട് ഓടിപ്പോവുകയാണ്. അള്ളാഹിനെ തൊട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അവൻ. പക്ഷെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ എത്ര പേരുണ്ട് പറഞ്ഞാണ്? യൗമൻ അലാ ഇബ്രാഹിം യൂസുഫ. ഹലോ, വലൈക്കും സലാം. നിക്ക്, ഞാനേ ഒരു പരിപാടി എളുപ്പം വിളിക്കാം. പിന്നെ അങ്ങനെ ഒരു പെണ്ണ് യോമൻ അല ഇബ്രാഹിം യൂസുഫ. ഒരിക്കലൊരു പെണ്ണ് ഇബ്രാഹിം യൂസുഫ് എന്ന് പറയുന്ന ഒരാളടുത്ത് ഇങ്ങനെ വന്നു നിന്നു. തന്ദുർ ഇലൈഹി, ഈ പറയുന്ന ഇബ്രാഹിം എന്നവരിലേക്ക് ആ പെണ്ണിങ്ങനെ നോക്കുകയാണ്. ഒരു ബഖാലഹ, അങ്ങനെ നോക്കിയപ്പോ ഇബ്രാഹിം എന്നവർ ആ പെണ്ണിട്ട് ചോദിക്കുകയാണ്, ഹല്ലക്ക് ഹാജത്തുൻ, പെണ്ണെ നിനക്ക് വല്ല ആവശ്യമുണ്ടോ? എന്താ ഇങ്ങനെ നോക്കി കുത്തിരിക്കുന്നത് ചോദിച്ചു. കാലത്ത് ഇല്ല, എനിക്ക് ആവശ്യമൊന്നുമില്ല. അവൾ പറയാണ്. പിന്നെ വൈറ അന്നക്കും തറവുന അന്നൻ നളുറ ഇലാ വജിൽ ആലിമി ഇബാദത്തുൻ. നിങ്ങളൊക്കെ അഭിപ്രായപ്പെടുന്നതും പറയുന്നത് എന്താണ്? ഒരു പണ്ഡിതന്റെ മുഖത്തേക്ക് നോട്ടം അത് ഇബാദത്താന്ന് പറഞ്ഞിട്ടില്ലേ? അത് മാത്രമാണ് ലക്ഷ്യം. അപ്പൊ അന അന്തുറയിലേക്ക അജയ് ധാരിക്ക, നിങ്ങൾ പണ്ഡിതനാണ്, ആ കാരണം വെച്ചാൽ നിങ്ങൾക്ക് നോക്കുന്നത് ഇബാദത്തല്ല. അപ്പൊ ഇബാദത്ത് എന്ന നിലക്ക് പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കാണ് എന്നാ പെണ്ണ് പറഞ്ഞത്. കാല. എന്നാൽ ഈ സംഭവം ഉദ്ധരിക്കുന്ന മഹാൻ പറയുന്നു, ഇബ്രാഹിമു, ഇബ്രാഹിം എന്നൊരു കരഞ്ഞുപോയി. എത്രത്തോളം കരഞ്ഞു വെച്ചാൽ അത്താ ഖനഖത്തു ലിബ്റത്തു, മഹാനവിടെ കണ്ണുനീര് അദ്ദേഹത്തെ കുടിച്ചിട്ടുന്ന അത്രത്തോളം വിഷമത്തിലാക്കി കരഞ്ഞു. എന്നിട്ട് തുമ്മക്കാല, സങ്കടത്തോടുകൂടെ മഹാൻ പറഞ്ഞു, ഇന്ന ആദിൽ മർഅത ഖദ് വലത് തത്ഫിയ, ഈ പെണ്ണ് എന്റെ കാര്യത്തിലായിട്ട് ആകെ പ്രയച്ചിരിക്കുകയാണ്. ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ല. ഇന്നല്ലദീന കാലൻ നദറു ഇലാ വുജൂഹിം ഇബാദത്തുൻ, ചില പണ്ഡിതര് അവരിലേക്ക് നോക്കൽ ഇബാദത്താണ് എന്ന് പറഞ്ഞ ആ വിഭാഗം കസ്വാറു ബിൽ മഖാബിരി ബൈന അത്ബാഖി സറാ മുൻദ് 40 സനാ, 40 കൊല്ലത്തോളമായി മക്ബറയിൽ കിടക്കുകയാണ്. അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, മണ്ണിന്റെ അടിയിലാണ്. ആരെപ്പോലെ? മിസ്ലു അഹ്മദ് ബിൻ ഹംബൽ വ ഖലഫ് ബിൻ അയ്യൂബ് വ സഖീഫുൽ ബൽഖ വ അദ്റാബിഹിം റളിയല്ലാഹു, ഇവരെ പോലത്തെ മഹാരഥന്മാരാണ്. ഒക്കെ ഇവരൊക്കെ മരിച്ചുപോയി. 40 വർഷം കഴിഞ്ഞു പ്രകാലത്ത്. അവരടുത്ത് പോയിക്ക പെണ്ണെ. അതുകൊണ്ട് ഫസീരി ഇലാ മഖാബിരിഹിം,
അവർ കിടക്കുന്ന ഖബർസ്ഥാനിലേക്ക് നീ പൊയ്ക്കോ. അമ്മുലീഫിക അവിടെ പോയി ചിന്തിച്ചോ. ഒരു പെണ്ണുക്ക് പോകാൻ പാടുള്ളൂ വേറെ വിഷയം. മഹാന്മാരായി പോകാലോ, മഹാന്മാർക്ക് പോയിട്ട് അത് മര്യാദ ഉണ്ടെങ്കിൽ പോയി പോരാലോ. അവൾ പോയിക്കോന്ന് പറഞ്ഞു. ഇതാണ് ഒരു പണ്ഡിതനായിരിക്കെ ആ പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കൽ ഇബാത്താന്ന് മനസ്സിലാക്കിയൊരു പെൺകുട്ടി മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ അതിൽ പെട്ടതല്ല എന്ന് വളരെ പേടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ മഹാൻ ഇബ്രാഹിം എന്നവരാണ്. അത് അവരുടെ ഇൽമാണ്. വക്കാന ബിശ്റുൽ ഹാരിസ് റഹ്മത്തുള്ളാഹി തആല യഖൂൽ, മൂപ്പര് പറയണം, മാ റഅയ്തു വഹദൻ ഫി സമാന ഹാദാ ഊതിയൽ ഇൽം, ഇവിടെ ഈ കാലഘട്ടത്തിൽ വിജ്ഞാനം നൽകപ്പെട്ട ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാ അകല ബിദീനിഹി, ആ വിജ്ഞാനം കൊണ്ട് ദീൻ നശിപ്പിക്കുകയാണ്. അപ്പൊ ആ വിജ്ഞാനം കൊടുത്തിട്ട് ദീൻ ഇങ്ങനെ തിന്നു കളിയാണ്. അപ്പൊ ആ വിജ്ഞാനം കൊണ്ട് ദീൻ വാങ്ങാൻ മതി, അല്ല ദീൻ വാങ്ങല്ല, ദീൻ നശിപ്പിക്കുകയാണ്. അങ്ങനത്തെ വിജ്ഞാനം ഉള്ളു ഇപ്പൊ ഒന്ന് കാണുന്നത്. മാതാ അർബാത്ത, 4 ആൾക്കാർ വെച്ച്. ആരാ 4 ആൾക്കാര്? ഇബ്രാഹിമിന് അധികം 1, അപ്പൊ മുഹൈബിന് വർദ് 1, സുലൈമാൻ ഖവാസിൻ, യൂസുഫ് അസ്ബാത്ത് റളിയല്ലാഹു ഇവർ വെച്ച്. ഈ 4 ആൾക്കാർ അങ്ങനല്ല, ഒരു ഇൽമു പഠിച്ച് ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കാണ്. ദീൻ കൊണ്ട് തിന്നണ പണി വെച്ചുണ്ടായിട്ടില്ല. അങ്ങനെയാണ് ദീൻ നന്നാക്കിയായിരുന്നു. വക്കാന സുഫിയാനി സൗരി റഹ്മത്തുള്ളാഹി തആല യഖൂൽ, മഹാൻ പറയാണ്, മൻ നബ്കാഹു ഇൽമു വൽ ആലിമു, ഒരുത്തൻ ഇൽമു പഠിച്ചു, ആ ഇൽമു ഇങ്ങനെ കേറി കേറി കിട്ടും തോറും ആ ഇൽമു അവനെ കരയിപ്പിക്കുകയാണ്. കാരണം അങ്ങനത്തെ ഇഷ്ടാനുമാണല്ലോ. ആ ഇൽമു അവനെ കരയിപ്പിച്ചാൽ അവനാണ് പണ്ഡിതൻ. അല്ല കുറെ വാലൊക്കെ പറഞ്ഞ് വെടിവാക്കൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുന്നവനല്ല ഈ ആലിമു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലൽഖാനി സുജ്ജദാ. ഇൽമു നൽകപ്പെട്ട ഒരാളുകൾ അവരുടെ മേലിൽ അള്ളാഹിന്റെ ദൃഷ്ടാവ് ഓതി കേൾപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ ആ സുജൂദിലേക്ക് വീഴുകയാണെന്നർത്ഥം. ഖാല തആല, വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയ, കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴും അള്ളാഹിന്റെ ആയത്തുകൾ അവർ കേട്ട് കഴിഞ്ഞാൽ. ഇതാണ് ഇൽമുള്ളവർ. ആൾ കരയും. അങ്ങനെ കരയുന്നിടത്തൊക്കെ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് തള്ളുറിയാഹി നഫ്സക, എന്റെ സഹോദര, നിന്റെ ശരീരം നീ ആലോചിച്ചു നോക്ക. ഇമാം ഷാറാനി പറയാം, ഹൽ വഫൈത ബി ഹഖി ഇൽമിക വ അമലിക, നിന്റെ കർമ്മം, നിന്റെ വിജ്ഞാനം, അതുകൊണ്ടുള്ള ബാധ്യത നീ നിറവേറ്റി പൂർത്തീകരിച്ചോ? കമാ വഫ ഹൗലായി, ഈ പണ്ഡിതന്മാർ പൂർത്തിയാക്കിയതുപോലെ. അം അൻത അൻഹും ബി മഅ്സരിൻ, നീ അവരെ തൊട്ട് അകന്നു പോയിക്കോടോ, വെടിഞ്ഞു പോയോ? അതൊക്കെ ആലോചിച്ചു നോക്കാം. ഇസ്തിഗ്ഫാർ ലൈലൻ വനഹാറ, രാവിലും പകലുമായി ഇസ്തിഗ്ഫാർ നീ അധികരിപ്പിച്ചളാ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.